എന്തു പറ്റി? എന്തു പറ്റിന്ന് ആ തള്ള ചോദിച്ചപ്പോ നാക്ക് ചൊറിഞ്ഞതാ. പറ്റിയത് അവനല്ല അവർക്കാ എന്ന്. അച്ഛൻ, പാവച്ഛൻ. ഒരു വീട് കൊടുക്കട്ടപ്പ. ആ, കുട്ടപ്പന്റെ തമിര. പാലം പണിക്ക് കല്ലില്ലെന്ന് കേട്ടു. കുട്ടപ്പൻ പോകുന്നില്ലേ? കാശുണ്ടാക്കിയാൽ തനിക്ക് കൊള്ളാം, എനിക്കും കൊള്ളാം. ആരുടെ ഉപദേശമൊന്നും വേണ്ട. കാശ് തരാനുണ്ടെങ്കിൽ അങ്ങ് തരും. കുട്ടപ്പന് തരാനൊക്കത്തോണ്ടല്ല, താൻ പണിക്ക് പോകാതെ മലയിലൊക്കെ ചുറ്റിക്കറങ്ങി ഇറന്നാലെങ്ങനാ? പണിയെടുത്ത് ശീലമില്ലാത്തോണ്ടാണോ? ഈ തമിഴ് ഇവിടെ കൊണ്ടിട്ടിട്ട് ഒന്ന് അന്വേഷിക്കാനെങ്കിലും വന്നോ? കാശ് ചോദിക്കുന്നതാ കുറ്റം. തരും തരും തരുമെന്ന് പറഞ്ഞ എന്റെ കുട്ടിലെ പട്ടിണി മാറുമോ? പച്ചിരുമ്പിലിട്ട് അടിച്ചുണ്ടാക്കുന്നതാ. എന്നാ പിന്നെ കാശ് എന്നിട്ടേ കൊണ്ടുപോകുന്നുള്ളൂ.
ഒന്ന് ഓതിത്തരണം. ഉപ്പുമുളവാ. പെണ്ണിന് രാവിലെ മുതലേ ഒരു ഏനക്കേട്. ആരെങ്കിലും പ്രാക്കിട്ടതോ കൊതിയിട്ടതോ ആയിരിക്കും. കുഞ്ഞൊന്ന് ഓതിത്തന്നാട്ട്. വില്ലറ്റ് വിനയറ്റ് കല്ലറ്റ് കരളറ്റ് കൽത്തൂണറ്റ് ചൊല്ലറ്റ് ചെന്നവന്റെ നാവറ്റി പോവും. അമ്മച്ചിക്ക് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ അത് എഴുന്നള്ളിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലാൻ. അതിനിപ്പോ അവക്കെന്താ? അറിയാവുന്നവരെ കൊണ്ടല്ലേ ജയിക്കാൻ നോക്കൂ. ഇതിപ്പോഴങ്ങ് പോവും. പിന്നെ നീ ഇവിടെ കിടന്ന് ചാടി എന്തിനോ? പോന്നു. നാശം പിടിക്കാൻ ഇവന്റെ ഒക്കെ ഒരു തൊഴിലായത്. കളി കാര്യമായെന്നാ തോന്നുന്നേ. കുട്ടപ്പ മൂക്കത്ത് ദേഷ്യം കൊള്ളത്തില്ല. നീ പോടാ. നിന്നെ ആരെങ്കിലും വിളിച്ച ഒന്ന് നടങ്ങ് കൂട്ടപ്പ. എന്നും ഇത് പതിവാ. അമ്മേ, അമ്മേ, ഒന്ന് ഇറങ്ങേ. എന്താ മോളെ? എന്താ? ഞങ്ങൾ പോവാ. നീ അവിടെ കിടന്നുള്ളതാ. അമ്മേ, കൊച്ചേട്ടൻ ആരോട് വഴക്കുണ്ടാക്കുന്നു? പറങ്കി വാണ്ടി ചോട്ടിൽ ഇന്നും ചീട്ടുകളിയാ. ഇവനൊന്നും നന്നാവൂലെന്ന്. ഏതെങ്കിലും ഒരെണ്ണത്തിന് ജോലി വേണ്ടേ? ഇയാൾക്കുണ്ടോ? എടാ നീ നിന്റെ പാറ്റേ പോടാ. എനിക്ക് ചൊറിച്ചില് വരുന്നുണ്ട് കേട്ടോ. എന്നാ അവിടെ നിന്ന് വാന്തിക്കോ. അതിന്റെ അപ്പം അവിടെ പോയി പറഞ്ഞാൽ മതി. പട്ടി ഞങ്ങൾ പോവാ. അതി പൊക്കോ. ഇനി കളിക്കാൻ വരുമല്ലോ. വരും ഞാൻ. അത് എന്ത് ചെയ്യും? മോളെ, അവൻ വലുതായി. ഇല്ലെങ്കിൽ ഈ കയ്യിലിരിക്കുന്ന ചൂലിലെ ഒരീർക്കിൽ മതിയായിരുന്നു. എടാ സോപ്പൂട്ടപ്പാ, നിന്നെ നാളെ ഞങ്ങൾ കണ്ടോളാം. ഒരു പുല്ലായിട്ടില്ലടാ. അടങ്ങ് കുട്ടപ്പ. അവരങ്ങ് പോയില്ലേ? സോപ്പ് കുട്ടപ്പൻ, അവന്റെ അമ്മയുടെ അപ്പന്റെ സോപ്പ് എരപ്പാളി. ഞാൻ ആരാടാ സോപ്പിട്ടത്? കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അവന്റെ കൊടനെ ഞാൻ എടുത്തേനെ. ഓ, അവര് പോയില്ല കുട്ടപ്പ. ഇനി ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയാലോ? അവൻ എവിടം വരെ പോകുന്നറിയാം. എന്റെ കയ്യിൽ എപ്പോഴെങ്കിലും കിട്ടും. അപ്പൊ ഞാൻ തീർക്കും. പോയവര് പോട്ടെ. വാ, നമുക്കേ ഒരു കളവും കൂടി ഇരിക്കാം. എന്തുവാടാ കുറയ്ക്കാൻ? ഒരുത്തനും കളിക്കണ്ട. കളിച്ചു കളിച്ച് വല്യപ്പന്റെ കോണാവാനാ പിടിച്ച കളി. പോട്ടെന്ന് വെച്ചാ സമ്മതിക്കയില്ല. കുട്ടപ്പന്റെ തനി രൂപകാരം കണ്ടിട്ടില്ല. കണ്ടപ്പിന് ഒരു പുലിർന്ന് വിളിക്കാൻ നമുക്ക് പൊങ്ങത്തുമില്ല. ഏരപ്പാണ്. അതെ അതെ, ഓപ്പൂട്ടപ്പൻ.
വൈക്കു കുട്ടയിൽ. കൊള്ളാമല്ലോ, നല്ല വീതിയും കനവുമുള്ള പപ്പടം. കൊടുത്തു തുടങ്ങിയ വേണേ. വയ്യട കുട്ടയിൽ. ഇല്ലെങ്കിലോ? നിങ്ങളത് കുട്ടയിലിടണം, അല്ലെങ്കിൽ അതിന്റെ വില തരണം. അത് ശരി, അത് ന്യായം. ഒരു കെട്ടിന് എന്ത് വേണം? അതിന്റെ വില 6 രൂപ. അപ്പോ അരക്കെട്ടിന് എന്ത് വില? എനിക്ക് അരക്കെട്ട് മതി. മോനെ, അവൾ ആരാണെന്ന് വിചാരിച്ചടാ? അയ്യപ്പനെ തമറിന് വെച്ച വെടി. തീർന്നോ? ഇപ്പൊ കൊണ്ടുവരും. കയറിന് കിട്ടാൻ ഇതുവരെ കണ്ടില്ലല്ലോ. അതെങ്ങനെയാ ലവനെയാ വിട്ടിരിക്കുന്നത്? വേഗം വരുമെന്നാ പറഞ്ഞേ. കാര്യം എടുക്കുക. എവിടെ എടുക്കുന്നുണ്ടോ? അതെവിടെ വെച്ചിട്ടുണ്ട്? മോചെടുക്കണേ ഇങ്ങനെ എന്താ കുറച്ചു ദിവസമായി ഒരു മൗനം? വീട്ടിൽ നിന്ന് എത്ര കൊടുത്തയച്ചത്? ഇങ്ങനൊന്നും ഇരുന്നുകൊണ്ട് കാര്യമില്ല കുട്ടപ്പ. കാര്യങ്ങൾ നേരിടാനുള്ള ധൈര്യം വേണം. നോക്കാനല്ല പറഞ്ഞത്, മറ്റുള്ള ചെറുപ്പക്കാരെ പോലെ താനൊന്ന് കരുതിക്കോ. കുട്ടപ്പനുണ്ടോടോ അവിടെ? കുട്ടപ്പനുണ്ടോടോ അവിടെ? തറയിലെ ഏമാന. ഏത് കുട്ടപ്പനാണ്? നമ്മുടെ സോപ്പ് കുട്ടപ്പൻ. ആർക്കാടാ സോപ്പ് കുട്ടപ്പനെ കാണുന്നത്? ഇങ്ങോട്ട് മാറിക്ക് കാണിച്ചു തരാം. എന്റെ മടിയിലിരുത്തിയാണ് എനിക്ക് പേരിട്ടത്. ഏത് പൂക്കോയിക്കടുത്ത മോനായാലും ഏത് വല്യടുത്ത മോനായാലും എന്നെ അങ്ങനെ വിളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഈ മലമ്പ്രദേശ ചേതം വിളിച്ചാലും ഏത് കുട്ടപ്പൻ എന്തിനാണോ ക്ഷോഭിക്കുന്നത്? തന്നെ എല്ലാരും അങ്ങനെയാ വിളിക്കുന്നത്. അതുകൊണ്ട് ഞാനും വിളിച്ചു പോയതാ. ഇരിക്കട്ടെ.
ശരി. കയറോട്ടപ്പ നമുക്ക് ഒരിടം വരെ പോ. ഇപ്പൊ പോരാ. എനിക്ക് എനിക്കോട്ട് എനിക്ക് ചെല്ല് ചെല്ല്. പാവം മനുഷ്യൻ. അയാളുടെ നടത്തേം പാവമെന്ന് തോന്നും. അയാളുടെ മോനെ അവനെന്ന്. താൻ ചുമ്മാ ചോടും. അങ്ങനെയല്ലേ മാന്നെ. ഇനിയിപ്പൊ ആശുപത്രി കൊണ്ടുപോയതിന് കാറ് വിളിക്കുന്നു പറഞ്ഞ അവന്മാർ പിരിവിന് വരും. ഇപ്രാവശ്യം ഞാൻ കൊടുക്കത്തില്ല. 1-2 പ്രാവശ്യമാണോ? ഇത് 3ാമത്തതാ. ഒന്ന് അടങ്ങണോ? ഓരോ ഏഴാവൂടങ്ങള് ഒന്നിനു പുറകെ മറ്റൊന്നോ വന്നുകൊള്ളൂ. ഇപ്പൊ മനസ്സിലായോ കാര്യങ്ങളുടെ കിടപ്പ്? താൻ അടുത്തില്ലേ? ഏമാനെ, ഇതൊരു തരം ശിക്ഷയാ. വട്ടല്ല, അതിനപ്പുറം വന്നാലും കുറ്റം പറയാൻ ഒക്കത്തില്ല. നാട്ടുകാർക്ക് ഇതൊരു പാട്ടും പറിച്ചതുമായല്ലോ. അല്ലേലും ഇങ്ങനെയുള്ളവർക്കൊരു പ്രത്യേകത ഉള്ളതാ. ഒരു അച്ഛനെടുത്ത പോലെ ഇരിക്കും. അച്ഛനെടുത്താലും ഇത്രയും ഒക്കത്തില്ല. പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തുമില്ല. നേരിലൊന്ന് കണ്ടു നോക്കണം. എന്തൊരു സാധ്യമല്ലോ. സാമ്യമല്ല